മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ അലീനയില്ലാതെ ഈ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള അവസ്ഥയിലാണ് ബാലചന്ദ്രൻ തിരിച്ചെത്തുന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ടെൻഷൻ അടിച്ചിട്ട് പുറത്തേക്കും നോക്കി നിൽക്കുന്നത്. അകത്തേക്ക് കയറാൻ എന്തോ പേടിയുള്ള പോലെയാണ് ബാലചന്ദ്രനെ ഫീൽ ചെയ്തത്. അങ്ങനെ എത്തുന്ന സമയത്ത് അച്ഛ എന്ന് വിളിച്ചിട്ട് കൃഷ്ണമോള് അടുത്തേക്ക് ചെല്ലുമ്പോൾ, എന്താ മോളെ, എന്താ പറ്റിയത്, നിങ്ങളെന്താ 3 പേരും പുറത്തിരിക്കുന്നത്, ഇങ്ങനെ പുറത്തൊന്നും ഇരിക്കാറില്ലല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ അമ്മ വന്നിട്ടുണ്ട്, അമ്മ വന്നു കഴിഞ്ഞിട്ട് അമ്മൻ്റെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയത്, എന്താ ഇപ്പോൾ അമ്മ ഇവിടെ ഡ്യൂട്ടി ചെയ്യാനുള്ളത്, ഒക്കെ അലീന ചെയ്തു വെച്ചിട്ട് പോയതാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, ആ ഡ്യൂട്ടിയല്ല അച്ഛ, ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അപ്പോൾ പിന്നെ ചേച്ചിൻ്റേതായിട്ടുള്ള ഒരു സാധനങ്ങളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവം മാറുമത്രേ എന്നൊക്കെ പറയുകയാണ് കൃഷ്ണമോള്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓഹോ, പോയി കഴിഞ്ഞാലും സമാധാനം കൊടുക്കില്ല അല്ലേ, എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്കൊന്ന് കാണണമല്ലോ, ഞാനാണെങ്കിൽ അവളില്ലാത്ത വീട്ടിൽ എങ്ങനെ ജീവിക്കും എന്നുള്ള അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് അവളുടെ താണ്ഡവമൊക്കെ അവനവൻ്റെ വീട്ടിൽ മതി, ഇത് എൻ്റെ വീടാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ആ സമയത്ത് അച്ഛനായിട്ട് ഇനി ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട, അമ്മ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, നമ്മൾ ചെവിക്കൊള്ളണ്ട അച്ഛ, 2 പേരും കൂടെ ഇതാവുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ, മോളെ, പ്രശ്നത്തിനായിട്ട് വരുന്നവരെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഏതായാലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുമ്പം അതൊക്കെ ഉണ്ട്, മനുവേട്ടനും അകത്തുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അകത്തോട്ട് പോവുകയാണ്. അകത്തോട്ട് പോകുന്ന സമയത്ത് മനു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മനു, നീ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനത് ആൻറ്റിയെ കൊണ്ടാക്കാൻ വന്നതായിരുന്നു, പക്ഷേ ഇവിടെ ആൻറ്റിയെ ഇറക്കിയതേ ഓർമ്മയുള്ളൂ, പിന്നെ ഓരോന്നോരോ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിനൊക്കെയുള്ള ഉത്തരം പറഞ്ഞ് മടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് മനു. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയുള്ള അവളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തോളാം, ഏതായാലും നീ പൊയ്ക്കോ, ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് മനു എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വൈജയന്തിയോട്, എന്താ നിൻ്റെ പ്രശ്നം, നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നല്ലോ അലീന, അതേതായാലും ഇവിടുന്ന് പോയി, ആ പാവത്തിനെ നീ ഇറക്കി വിട്ടു എന്ന് വേണം പറയാനേ, അത് നിന്നോടൊക്കെ എന്ത് തെറ്റാടി ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സമയത്ത് എന്ത് തെറ്റാ ചെയ്തത് എന്നുള്ളതോ, എൻ്റെ ജീവിതം നശിപ്പിച്ചത് അവളാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം നശിപ്പിച്ചതല്ല, നീയായിട്ട് നശിപ്പിച്ചതാണ്, ഇനി എന്താണ് നിൻ്റെ ജീവിതമായി തീരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അല്ല, ആ ഒരു വീട്ടുജോലിക്കാരിക്ക്, ആ ഒരു ഇവിടെ അടുക്കള ജോലിക്ക് വന്ന ആ ഒരു പെണ്ണിന് നിങ്ങൾ എത്ര രൂപയാണ് ചിലവാക്കിയത്, അങ്ങനെ ചിലവാക്കാൻ മാത്രം നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ആ സമയത്ത്, എന്താ ബന്ധം എന്നുള്ളത് നിന്നോട് പലതവണ പറഞ്ഞതാണല്ലോ, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ്, അതും ചോദിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട, പിന്നെ ബന്ധങ്ങൾ കൂടുതൽ ചോദിച്ചാൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്ന് പറയേണ്ടി വരും, അപ്പോൾ പിന്നെ നീ നിൽക്കില്ല, നിന്നെ എന്താണ് ഞാൻ തന്നെ ചെയ്യുക എന്നുള്ളത് അറിയത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചിലവാക്കി അത് ചോദിക്കാനുള്ള ഒരു അധികാരം ഇവിടെ ആർക്കില്ല, എൻ്റെ പണം ഞാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചിലവാക്കും, അതൊന്നും ആരും ചോദിച്ചു വരണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബബിതവും പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ, അലീന ചേച്ചി പോയി കഴിഞ്ഞു, പിന്നെ ആ പാവത്തിനെ ഇങ്ങനെ ഓരോന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങളൊക്കെ ഏത് തരത്തിലുള്ള സ്വഭാവക്കാരായിരുന്നു ഉള്ളത് അച്ഛനറിയാലോ, ഇപ്പോൾ ആ ഞങ്ങളെയാണ് സ്നേഹിക്കാൻ അറിയുന്ന മാത്രം മക്കളാക്കി അലീന ചേച്ചി മാറ്റിയത്, അത് അലീന ചേച്ചിയുടെ കഴിവ് തന്നെയാണ്, അല്ലാതെ അമ്മ വളർത്തിയ മക്കളായതുകൊണ്ട് ഇത്രയും കാലം ആ ഒരു ഇതൊന്നും ഞങ്ങളുടെ അടുത്തില്ലായിരുന്നുവല്ലോ, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എന്തായാലും അലീന ചേച്ചിക്കാണ് മക്കളെ വളർത്താൻ അറിയുക എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ വൈജയന്തിക്ക് കൂടുതൽ ദേഷ്യം അങ്ങ് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു ഭാവമാറ്റം. അപ്പോൾ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് ശരിയാണ്, അലീനയെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും പ്രശംസിച്ചാലും അവൾക്ക് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും മതി വരില്ല, അത്രയ്ക്കും കാര്യങ്ങളാണ് അവൾ ഇവിടെ ചെയ്തിട്ടുള്ളത്, അതൊരിക്കലും മറക്കാനും പറ്റത്തില്ല, അപ്പം അതൊന്നും പറ്റാത്തവർ ഇവിടെ നിൽക്കണമെന്നില്ല, ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്, അവൾക്ക് കൊടുത്ത കണക്കുമായിട്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, പിന്നെ ഈ വന്ന വഴി തന്നെ തിരിച്ചു പോവേണ്ടി വരും, ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്.